എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ച 3 കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ആദ്യത്തെ കാര്യം, മറ്റുള്ളവരുടെ വാക്കോ പ്രവൃത്തിയോ ഒരിക്കലും നിങ്ങളെ ഹേർട്ട് ചെയ്യരുത്. നമ്മൾ എന്താണെന്ന് നമുക്കറിയാമല്ലേ. അപ്പം അവർ പറയുന്നതിൽ ഒരിക്കലും നമ്മൾ വേദനിക്കാതെ നമ്മളെ കാത്തുരക്ഷിക്കേണ്ടത്, നമ്മുടെ മൈൻഡിൻ്റെ ഹാപ്പിനെസ് നോക്കേണ്ടത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി വേറൊരാളെ ഒരിക്കലും ഏൽപ്പിക്കാതിരിക്കുക. അത് ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ പഠിച്ച ഒരു കാര്യമാണ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടേതായിട്ട് ഒരു ക്വാളിറ്റി, ഒരു ക്യാരക്ടർ ഫോം ചെയ്തെടുക്കലാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കോപ്പി ചെയ്തെടുക്കാൻ പറ്റുമല്ലേ. യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ഇഷ്ടംപോലെ ഇൻസ്റ്റാ വീഡിയോസ് ഉണ്ട്, റീൽസ് ഉണ്ട്, എന്ത് വേണമെങ്കിലും കോപ്പി ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ നമ്മൾ ഒന്നാമത് നമ്മുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി, ഒരു ക്യാരക്ടർ, ഒരു കരിഷ്മ, നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇയാൾക്കൊരു കരിഷ്മയുണ്ട്, അയാളുടെ ഒരു ക്വാളിറ്റി, ഒരു ക്യാരക്ടർ, അത് ആർക്കും കോപ്പി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലേ. അപ്പം അത് ഉണ്ടാക്കിയെടുക്കലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം ആ ഒരു സംഭവം സെറ്റായിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു അസറ്റായിരിക്കും. ലൈഫിലോ അത് ഒരു അസറ്റായിരിക്കും. അത് എല്ലാവർക്കും ഇപ്പം എല്ലാവരും വിചാരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, ഇത് ബൈ ബേർത്ത് ഉണ്ടാകുന്നതല്ല. ഒരിക്കലും അല്ല. നമുക്ക് ഒരു ബേസിക് ഒരു ക്യാരക്ടർ ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്ത് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പലരും ഗ്രൂമിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലരെയൊക്കെ കണ്ടാൽ തന്നെ അവരെ ഒരു ആള് മൊത്തത്തിൽ മാറി, ഒരു ഗ്രൂംഡ് ആയിട്ടുള്ള ആള് സംസാരിക്കുന്നത് തന്നെ ഭയങ്കര വ്യത്യാസമായിട്ടില്ലേ. അതെന്താണ്, അവരൊരു വെൽ ഗ്രൂംഡ് ആയിട്ടുള്ള ഒരു ആളായി കഴിഞ്ഞു. അപ്പം അതിൽ നിങ്ങളുടെ ഒരു മൊത്തത്തിലൊരു ക്വാളിറ്റി, ഒരു ക്യാരക്ടറിൽ ഫോക്കസ് ചെയ്യുക. അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കുക, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടേതായിട്ടുള്ളൊരു ക്യാരക്ടർ ക്വാളിറ്റി ഉണ്ടാക്കുന്നതിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ പാർട്ട്ണർ ഒരിക്കലും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കരുത്. നേരെ മറിച്ച് നിങ്ങളെ പുഷ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കണം. നിന്നെക്കൊണ്ട് പറ്റും, എല്ലാ കാര്യങ്ങളും നിന്നെക്കൊണ്ട് പറ്റും എന്ന് പറയുന്ന പാർട്ട്ണർ ആയിരിക്കണം. അല്ല നിന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു പാർട്ട്ണർ ആയിരിക്കരുത്. മനസ്സിലായോ ഡിഫറൻസ്? മനസ്സിലായോ? നിന്നെക്കൊണ്ട് പറ്റും എന്ന് പറയുന്നതും അല്ല നിന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ? അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.